വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറുനാടൻ യൂട്യൂബ് ചാനൽ ഉടമ ഷാജി സക്രിയുടെ എതിരെയും ആരോപണമായി രേണുസുതി. മതിൽ നിർമ്മാണം നടത്തിയത് തങ്ങളാണെങ്കിൽ അത് ഒരിടത്തും പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പിന്നെ പ്രൊമോഷൻ അല്ലേന്ന് കൊല്ലം സുധിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിത് മറുനാടൻ എന്ന വാർത്ത ഉയർത്തിക്കാട്ടി രേണുസുതി ചോദിച്ചു. ഷാജി ചേട്ടൻ എല്ലാവരെയും പേടിക്കുന്നത് പോലെ ഞങ്ങളെയും പേടിപ്പിക്കാൻ വരികയാണല്ലോ. ചേട്ടനുമായി ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ബന്ധവുമില്ല. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എനിക്ക് മാപ്പ് തരാതിരിക്കാൻ നിങ്ങൾ കോടതിയിലാണോ? എന്ത് മാപ്പ് തരില്ലെന്നാണ്? മിണ്ടാതിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഫ്ലവേഴ്സിനുള്ള വിരോധം ഇവിടെ തീർക്കരുത്. ഇവ തമ്മിൽ വിരോധമുള്ള കാര്യമെല്ലാം ഞങ്ങൾക്കറിയാല്ലായിരുന്നോ? കൊല്ലം സുധിക്ക് കൊട്ടാരം നിർമ്മിച്ചു നൽകി ഫ്ലവേഴ്സ് അല്ല എന്ന ഒരു വാർത്ത വന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഫ്ലവേഴ്സ് എന്നത് സുധിയേട്ടൻ്റെ ഒരു ഫാമിലിയാണ്. ഏട്ടൻ മരിച്ചപ്പോൾ ഞങ്ങൾ അനാഥരാകും എന്ന് കണ്ട് അവരാണ് വീടിൻ്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് KHEDC എന്ന അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് വീട് നിർമ്മാണിക്കുന്നത്. ആ വീടും മറുനാടൻ്റെ അധ്വാനവും. രേണുസുതി വന്ന വഴിക്ക് മറക്കരുത്, ഇതിന് മാപ്പില്ല എന്നൊരു മറ്റൊരു വാർത്തയും കണ്ടു. മറുനാടൻ എനിക്ക് എന്തിനാണ് മാപ്പ് തരുന്നത്? ഞാൻ നിങ്ങളോട് വല്ല തെറ്റും ചെയ്തോ? നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ മറുനാടോട് എന്താണ് ചെയ്തതെന്നും എനിക്കറിയില്ല. പേരിന് അല്ലെന്ന് പറയുന്ന നിങ്ങൾ മതിൽ പണി പൂർത്തിയാക്കിയതിൻ്റെ പിറ്റേ ദിവസം മറുനാടനും പണിതത് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലെന്നും രേണുസുതി ചോദിക്കുന്നു. രേണുസുതിയുടെ അച്ഛനും ഷാജൻ സക്രിയും എതിരായി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മറുനാടൻ നിർമ്മിച്ചു തന്ന മതിൽ ഒരടിയോളം ഇപ്പോൾ മറിഞ്ഞെന്നാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നന്മോരം കളിക്കുന്ന ഷാജൻ സക്രിയ വീടിനു വേണ്ടി ചെയ്തത്. എൻ്റെ മോളുടെ നാവടക്കി എന്ന് പറയാൻ ഷാജൻ സക്രിയ എന്ന യൂട്യൂബർക്ക് എവിടെയാണ് അധികാരം? ഒരു ചാനൽ കയറി സ്വന്തമായി ഉണ്ടെന്ന് കരുതി അവിടെ കയറി ഇരുന്ന് പാവങ്ങൾക്കെതിരെ എന്തും വിളിച്ചു പറയാമെന്ന്. ഈ ഷാജൻ സക്രിയയ്ക്ക് ആരാന്നും രേണുവിൻ്റെ പിതാവ് ചിങ്കച്ചൻ ചോദിച്ചു. ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ വീട് നിർമ്മിക്കപ്പെട്ട് തരുന്നത്. അതിലേക്ക് ഒരു നന്മ ചെയ്ത് ആരെയും കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതിനൊക്കെ വിളിച്ചു പറയുന്നത്.